എല്ലാവർക്കും സ്റ്റഡി റൂം ഫോർ CS-ൻ്റെ സി പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. സി പ്രോഗ്രാമിങ്ങിൻ്റെ ആദ്യ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്താണ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ റോള് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എന്താണ്, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതിന് വേണ്ടി എന്താണ് ക്യാരക്ടർ സെറ്റ് എന്നും ടോക്കൺ, ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ പ്രോഗ്രാം, ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് പാക്കേജ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ ക്യാരക്ടർ സെറ്റ് ആൻഡ് ടോക്കൺസ് എന്ന ഭാഗം വളരെ വിശദമായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിൽ ഫസ്റ്റ് വരുന്നതാണ് ക്യാരക്ടർ സെറ്റ് ഇൻ സി. സിയുടെ ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സി ലാംഗ്വേജിൽ നമുക്ക് ഏതൊക്കെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം അതിനെയാണ് ക്യാരക്ടർ സെറ്റ് ഇൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റിനെ നമുക്ക് 4 ഭാഗമാക്കി മാറ്റാം. അതിലൊന്ന് ആൽഫബെറ്റ്സ്, ക്യാപിറ്റൽ A to Z, അതേപോലെ തന്നെ സ്മോൾ a to Z, പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റ്സ് 0 to 9 വരെയുള്ള ഡിജിറ്റ്സ്, പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ്, കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഏതൊരു സ്പെഷ്യൽ സിമ്പിൾസിനെയും നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലാങ്ക് സ്പേസ്. ഈ 4 കാര്യങ്ങൾ കൂടി ചേർന്നതാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ക്യാരക്ടർ സെറ്റ് പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റിയ എല്ലാ ക്യാരക്ടേഴ്സിനെയും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യാം? അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഹൗ മെനി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ഹൗ മെനി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യം സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ്. സപ്പോസ് നമ്മൾ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ എയും ടൈപ്പ് ചെയ്യുന്നുണ്ട്, സ്മോൾ എയും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ഒരു കീയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ക്യാരക്ടറിനെയും കമ്പ്യൂട്ടർ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങൾ നമ്മൾ ക്യാരക്ടർ സെറ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പുതിയ ടേംസ് വീണ്ടും കാണും. ആദ്യത്തെ ഒരു 3-4 വീഡിയോ ലെക്ചറിൽ ഈ ടേംസൊക്കെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ഒരു 5-മത്തെയോ 6-മത്തെയോ വീഡിയോ ലെക്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റീകോൾ ചെയ്യും. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ഇതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കാണും. ഇത് പറയാൻ കാരണം ഈ പുതിയ ടേംസൊക്കെ കാണുന്ന സമയത്ത് പലരും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ കാര്യം പഠിക്കുന്ന കാര്യം അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ. ഡെഫിനറ്റ്ലി യു ക്യാൻ, നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റും. ബട്ട് ഒരു 4-5 ക്ലാസ് ഈ ടേംസ് ഒന്ന് ഫെമിലറൈസ് ചെയ്യുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ച് ഈ കാര്യങ്ങൾ കേട്ടേ മതിയാവും. ഓക്കെ, ഹൗ മെനി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം എന്നത് തീരുമാനിക്കുന്നത് കീബോർഡിനകത്തുള്ള, ഇത് പറയുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്മോൾ എനെയും ക്യാപിറ്റൽ എനെയും നമുക്ക് എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. സ്മോൾ എനെയും ക്യാപിറ്റൽ എനെയും നമുക്ക് എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഈ സ്മോൾ എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡാറ്റ കീബോർഡ് വഴി നമുക്ക് എന്ത് പോകും? കമ്പ്യൂട്ടറിനകത്തോട്ട് പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിനകത്തുള്ളത് ഒരു ഹാർഡ്വെയറാണ്, ഒരു ഹാർഡ്വെയർ മെഷീനാണ്. ആ ഹാർഡ്വെയറിന് ആകെ മനസ്സിലാക്കാൻ പറ്റിയത് ബൈനറി ഭാഷ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്, സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷൻ മാത്രമാണ്. അപ്പോൾ സീറോസ് ആൻഡ് വൺസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി നമ്പറാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും സ്മോൾ എ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു സിമ്പിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇനി 0 അല്ലെങ്കിൽ 1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാത്തിനെയും ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? 0 and 1 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 0 and 1 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ഒരു നമ്പർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ വേണം, സ്മോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ വേണം. അതിനാണ് നമ്മൾ എൻകോഡിങ് സ്കീം എന്ന് പറയും. അപ്പോൾ അങ്ങനെ കീബോർഡിനകത്ത് ഒരു എൻകോഡിങ് സ്കീം ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ആ എൻകോഡിങ് സ്കീമിന് പറയുന്ന പേരാണ് ആസ്കി എന്ന് പറയും.
അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഈ എൻകോഡിംഗ് സ്കീം ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും കീബോർഡ് കൺവേർട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈ ഓരോ ക്യാരക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. ആ യുണീക്ക് വിച്ച് മീൻസ് ദാറ്റ് ക്യാപിറ്റൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഉണ്ട്, സ്മോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള നമ്പർ ഉണ്ട്. അതിനെയാണ് ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ആസ്കി വാല്യൂ ആണ് കമ്പ്യൂട്ടറിനകത്തോട്ട് പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് യുണീക്ക് ആയിരിക്കും. ആ യുണീക്ക് നമ്പറിനെ ഈ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനിലോട്ട് കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെയും കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി ഈ ആസ്കി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഈ ആസ്കി കോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും എത്ര ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആസ്കി വാല്യൂ എന്നുള്ളത് 8 ബിറ്റ് കോഡാണ്. ആസ്കി വാല്യൂ എന്നുള്ളത് 8 ബിറ്റ് കോഡാണ്. ഓക്കെ, 8 ബിറ്റ് കോഡെന്ന് വെച്ചാൽ 1 ബിറ്റ് എന്ന് വെച്ചാൽ ഈ 0 എന്ന് പറയുന്ന 1 ബിറ്റാണ്, അതേപോലെ തന്നെ ഈ 1 എന്ന് പറയുന്നത് 1 ബിറ്റാണ്. ഓക്കെ, ഒരു 1 ബിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 കോമ്പിനേഷൻ കിട്ടും. 2 ബിറ്റ് ഉപയോഗിച്ചിട്ടോ 2 ബിറ്റ് ഉപയോഗിച്ചിട്ട് സപ്പോസ് 2 പൊസിഷൻ ഉണ്ടെന്നിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ഇവിടെ 0 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലും 0 വരാം. ഇനി വീണ്ടും ഇവിടെ 0 വരുന്ന സമയത്ത് 1 വരാം. ഇനി ഇവിടെ 1 വരുന്ന സമയത്ത് ഇവിടെ 0 വരാം. ഇവിടെ 1 വരുന്ന സമയത്ത് 1 വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിറ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ അതായത് ഒരു ബിറ്റിന് 2 കോമ്പിനേഷനാണ് ഉണ്ടാവുക. വിച്ച് മീൻസ് ദാറ്റ് 8 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2⁸ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ ആവും. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ കമ്മിങ് സെമസ്റ്ററിൽ ഡിജിറ്റൽ ലോജിക് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്പർ സിസ്റ്റത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഇതിലോട്ടൊന്നും പോകണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 8 ബിറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് 2⁸ വാല്യൂ എന്ന് വെച്ചാൽ 256 ആണ്. ഓക്കെ, 256 ഡിഫറെൻറ്റ് കീസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 കാര്യങ്ങൾ, ഒരു കീബോർഡിനകത്ത് യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത് ആസ്കി എൻകോഡിംഗ് സ്കീമാണ്. ആസ്കി എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത് 8 ബിറ്റ് കോഡാണ്. 8 ബിറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് 256 ഡിഫറെൻറ്റ് കീ കോമ്പിനേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. 256 കീ കോമ്പിനേഷൻ 256 കീസിനും കറസ്പോണ്ടിങ് ആയിട്ട് യുണീക്ക് വാല്യൂസ് വേണം. ആ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയാണ്. 0 മുതൽ 255 വരെയാണ്. ഈ കാര്യം മാത്രം ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. സ്മോൾ എയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 97 ആണ്. 0യുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കേണ്ട, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഒരു കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 256 ക്യാരക്ടേഴ്സ് നമുക്ക് സി പ്രോഗ്രാമിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ 256 ക്യാരക്ടേഴ്സിനെയും കമ്പ്യൂട്ടർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ആസ്കി വാല്യൂ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത സെഷനാണ് ടോക്കൺസ് ഇൻ സി പ്രോഗ്രാമിംഗ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടോക്കൺസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഒരു മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്, ടോക്കൺസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ടോക്കൺസ് ഫോം ചെയ്യുന്നത്? അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടർ സെറ്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ടോക്കൺസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് അതൊരു മീനിങ് ഫുൾ യൂണിറ്റ് ആയിരിക്കുകയും വേണം. അങ്ങനെയുള്ള മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് ടോക്കൺസ് എന്ന് പറയും. ദ ടോക്കൺ ഈസ് അനലോഗസ് ടു, ആ ടോക്കൺ എന്താ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനകത്തുള്ള വേർഡ്സിന് ഈക്വലൻ്റ് ആണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ടോക്കൺസ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് എൻ്റയർലി നിങ്ങൾക്ക് പുതിയ കാര്യമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ടേംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. വി വിൽ കണക്ട് ഓൾ ദോസ് തിങ്സ് ലേറ്റർ. ഓക്കെ, സോ ടോക്കൺസിനെ നമുക്ക് 5 കാറ്റഗറി ആയിട്ട് പഠിക്കാം. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി സിംപ്ലി യു ക്യാൻ യൂസ് ദിസ് കോഡ് കിൽപോ. ഓക്കെ, കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. 5 ടോക്കൺസ് ആണുള്ളത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അതിൽ കീവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീവേഡ്സ് എന്ന് വെച്ചാൽ പ്രീ ഡിഫൈൻഡ് വേർഡ്സ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള പ്രീ ഡിഫൈൻഡ് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയും. ഓക്കെ, തിരിച്ച് ഇതിനകത്തോട്ട് വരാം. കീവേഡ്സിന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻറ്റ് വൈൽ എന്നൊക്കെ. ഈ ഇൻറ്റ് വൈൽ എന്ന് പറഞ്ഞ ടേമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടേംസാണ്.
ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇൻഡ് വൈൽ എന്ന് പറഞ്ഞ ടേമൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്ത് സ്പെഷ്യൽ മീനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. കമ്പൈലർ ഉപയോഗിച്ചിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡ് വൈൽ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഓൾറെഡി ഒരു സ്പെഷ്യൽ മീനിങ് കമ്പൈലർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ കീവേഡ്സും എല്ലാ കീവേഡ്സൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമില്ല, നമ്മളെങ്ങനെ ലാംഗ്വേജ് പഠിക്കുക ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടി പോകും. അതുപോലെ തന്നെ ലാംഗ്വേജിനകത്തുള്ള എല്ലാ കൺസ്ട്രക്റ്റൊന്നും നിങ്ങൾ ഒരുപോലെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോ ആവശ്യം വരുന്ന സമയത്ത് അതെങ്ങനെ ചെയ്യും, ആ കൺസ്ട്രക്റ്റ് എന്താണ്, അത് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ലേൺ ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെരി ഈസിലി. ഓക്കെ, തിരിച്ച് കീവേഡ്സിലോട്ട് വരാം. കീവേഡ്സ് ആർ pre-defined reserved words used in programming language that have a special meaning to the compiler. കമ്പൈലറിന് സ്പെഷ്യൽ മീനിങ് കൊടുക്കുന്ന വേർഡ്സിനെയാണ് എന്ത് പറയുക, കീവേഡ്സ് എന്ന് പറയാം. കീവേഡ്സ് ആർ പാർട്ട് ഓഫ് ദി സിൻടാക്സ് ആൻഡ് ദേ കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഐഡൻറ്റിഫയർ. ഇപ്പോൾ ഒരു പുതിയൊരു ടേം ഇവിടെ കടന്നു വെച്ചിട്ടുണ്ട്, സിൻടാക്സ് എന്ന് വെച്ചാൽ. ദിസ് സിൻടാക്സ് ഈസ് അനലോഗസ് ടു നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഗ്രാമറിന് ഈക്വലൻ്റ് ആണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മളവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഗ്രാമർ ഫോളോ എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് എ സിൻടാക്സ്. ആ സിൻടാക്സ് ഓരോന്നും യൂസ് ചെയ്യേണ്ട സിൻടാക്സ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ഇപ്പം പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ഓരോ സെൻറ്റൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഹാസ് എ റൂൾ. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നതിനും ഇറ്റ് ഹാസ് എ റൂൾ. ഇന്നതുപോലെ യൂസ് ചെയ്യണം, അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. വി വിൽ ലേൺ ഓരോ കാര്യവും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള സിൻടാക്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നമുക്ക് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് 32 കീവേഡ്സാണുള്ളത്. 32 കീവേഡ്സാണ് ഉള്ളത്. ആ 32 കീവേഡ്സിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓട്ടോ, ബ്രേക്ക്, കേസ്, ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഒരിക്കലും ഈ 32 നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ജസ്റ്റ് കീവേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ എഴുതാനും, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി 2-3 കീവേഡ്സ് പഠിച്ചേക്കുക. ഈ 32 കീവേഡും നിങ്ങൾ അറിയാതെ തന്നെ ഈ 32 കീവേഡും നിങ്ങൾ പഠിക്കും ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ. ബട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 32 നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഈ 32 നിങ്ങൾ പഠിച്ചെടുക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഈ 32 നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ, ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കമ്പ്യൂട്ടറിൻ്റെ ജനറൽ വർക്കിംഗ് എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡൻറ്റിഫയർ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് വെച്ചാൽ കുറേ സെൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ മെമ്മറി എന്നുള്ളത് ലാർജ് നമ്പർ ഓഫ് സെൽസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഓരോ സെൽസിനെയാണ് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഓരോ മെമ്മറി സെൽ എന്ന് പറയും. ഓക്കെ, ഈ ഓരോ സെൽസിനെയാണ്, ഇതാണ് എൻ്റയർ മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റിനകത്തുള്ള ഓരോ സെല്ലിനെയും മെമ്മറി സെൽ എന്ന് പറയും. ഈ ഓരോ മെമ്മറി സെല്ലിനും യുണീക്ക് ആയിട്ടുള്ളൊരു ന്യൂമറിക് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടാവും. യുണീക്ക് ആയിട്ടുള്ള ഒരു ന്യൂമറിക് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് വി ഹാവ് എ യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. ആൻഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കേണ്ടത്. ചില കാര്യങ്ങൾ നമുക്ക് പ്രോസസ്സ് ചെയ്ത് മെമ്മറി തന്നെ സ്റ്റോർ ചെയ്യേണ്ട വരുന്ന കാര്യങ്ങളുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് എടുക്കും. ഈ ഒരു വർക്കിംഗ് എങ്ങനെ നടക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഐ വിൽ ഡിഫൈൻ വാട്ട് ഈസ് ആൻ ഐഡൻറ്റിഫയർ. ഓക്കെ, you just assume that you are simply giving an input to a computer. കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുകയാണ്. സപ്പോസ് ഒരു 2-3 എന്ന് പറഞ്ഞ നമ്പർ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുക്കുന്നു. ഒരു 2-3 എന്ന് പറഞ്ഞ നമ്പർ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ CPU ആ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിൻ്റെയും പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ഈ കൺട്രോൾ യൂണിറ്റ് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഈ ഓരോന്നിൻ്റെയും ഇൻറ്റേർണൽ വർക്കിംഗ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ ഈ എല്ലാ കാര്യത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ആളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കി വെക്കുക. അപ്പം അങ്ങനെ ഇൻപുട്ട് വരുന്ന സമയത്ത് ആ ഇൻപുട്ടിനെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻപുട്ടിന്
മെമ്മറിക്കകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ 2, 3 എന്ന് പറഞ്ഞ നമ്പർ വരുന്ന സമയത്ത് ഞാൻ ഈ മെമ്മറി ഞാനിവിടെ കുറച്ച് വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഈ 2, 3 എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2, 3 എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ ഈ മെമ്മറിക്കകത്ത് 2, 3 എന്ന് പറഞ്ഞാൽ 2 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. 3 എന്ന് പറയുന്നത് എനിക്കറിയില്ല, മെമ്മറിക്കകത്ത് ഞാൻ ഈ കൊടുക്കുന്ന ഇൻപുട്ട് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങൾ ഓൾറെഡി മെമ്മറിക്കകത്തുണ്ടാവും. അപ്പോൾ ഈ മെമ്മറിയിൽ എവിടെയാണ് ഫ്രീ ലൊക്കേഷൻ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. എവിടെയാണോ ഫ്രീ ഉള്ളത് ആ ലൊക്കേഷനിൽ 2, 3 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്യും. യു ആർ അസ്യൂമിങ് ദാറ്റ് 2, 3 സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ 2 ലൊക്കേഷനിലാണെന്ന് വിചാരിക്കും. ഓക്കെ, നൗ നിങ്ങൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ഇപ്പോൾ മെമ്മറിക്കകത്തുണ്ട്. ഇനി എന്ത് വേണം? എനിക്ക് ഈ 2 നമ്പറിനെ എനിക്ക് 2 കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഈ 2 നമ്പറിൽ എനിക്ക് ഒരു പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഈ 2 നമ്പറിനെ പ്രോസസ്സ് ചെയ്തിട്ട്, അതായത് ഒന്നുകിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ തിരിച്ച് മെമ്മറിക്കകത്ത് തന്നെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സപ്പോസ് ഞാൻ ഇതിനെ ഫസ്റ്റ് ഞാൻ ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നതിന് ഞാൻ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ മെമ്മറിക്കകത്തുനിന്ന് ഈ ഡാറ്റ തിരിച്ചെടുക്കുന്നു. മെമ്മറിക്കകത്ത് ഈ ഡാറ്റ തിരിച്ചെടുക്കുന്നു, ALUവിന് കൊടുക്കും. ALUവിന് കൊടുത്തു കഴിഞ്ഞാൽ ALU അതിനെ 2, 3 അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ത് ചെയ്യും? അരിത്തമെറ്റിക് ഓപ്പറേഷൻ 3+2 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് 5 എന്ന് പറഞ്ഞ ഡാറ്റ തിരിച്ച് ആർക്ക് കൊടുക്കും? മെമ്മറിക്കകത്ത് കൊടുക്കും. 5 എന്ന് പറഞ്ഞ ഡാറ്റ തിരിച്ച്. അപ്പോൾ 5 എന്ന് പറയുന്ന ഡാറ്റ വേറെ ഏതോ ഒരു റാൻഡം ലൊക്കേഷനിലുണ്ട്. ഓക്കെ, ഇനി ചെയ്യുന്നത്, ഇനി എനിക്ക് 3, 2നെ എന്താ വേണ്ടത്? മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യിക്കുകയാണെന്നിരിക്കും. ഇപ്പോൾ 2, 3 എന്ന് പറഞ്ഞ ഡാറ്റ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിലും ആദ്യം ഇങ്ങോട്ടേക്ക് വരും, മെമ്മറിക്കകത്തോട്ട് സ്റ്റോർ ചെയ്യും. മെമ്മറിക്കകത്തു നിന്നാണ് കൺട്രോൾ യൂണിറ്റ് എടുത്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കാം. ഇനി 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് 5നെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണമെന്നിരിക്കും. 5നെ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ആഡ് 2 and 3 ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് കൊടുക്കുന്ന കാര്യം ഇതിനകത്തോട്ട് കൊടുക്കും, മെമ്മറിക്കകത്ത് കൊടുക്കും. 5 എന്ന് പറഞ്ഞത് മെമ്മറി സ്റ്റോർ ചെയ്യും. ഈ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ആര് ഡിസ്പ്ലേ ചെയ്യുക? ഔട്ട്പുട്ട് ഡിവൈസ് ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ഒരു ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് ഡാറ്റ എത്തണമെങ്കിൽ മസ്റ്റായിട്ടും മെമ്മറി യൂണിറ്റ് വഴി പാസ് ചെയ്തിരിക്കണം. അതായത് ഏത് ഡാറ്റയും മെമ്മറി വഴി കയറി ഇറങ്ങിയിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്, ഈ മെമ്മറിയിൽ ഡാറ്റ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏത് റാൻഡം ലൊക്കേഷനിലാണ് മെമ്മറി ഉള്ളത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഡാറ്റ തിരിച്ച് റീഡ് ചെയ്യണമെങ്കിൽ, സപ്പോസ് യു ജസ്റ്റ് അസ്യൂം ദാറ്റ് യു ആർ എ പ്രോഗ്രാമർ, നിങ്ങൾ പ്രോഗ്രാം ചെയ്യാണ്, ഈ 2, 3 എന്ന് പറഞ്ഞ ഡാറ്റയൊക്കെ എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ തിരിച്ചെടുക്കണമെങ്കിൽ ഡാറ്റ എവിടെയാണ് എന്നുള്ള കാര്യം നമുക്കറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡാറ്റ എവിടെയാണ് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഡാറ്റ തന്നെ നമുക്ക് പിന്നീട് മെമ്മറിയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ മെമ്മറി ലൊക്കേഷനും കൊടുക്കുന്ന നെയിമിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയർ. സോ ഐഡൻറ്റിഫയർ ഈസ് എ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന നെയിമിനെയാണ് എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ട ഐഡൻറ്റിഫയർ ഈസ് എ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ. ഐഡൻറ്റിഫയർ റെഫേഴ്സ് ടു നെയിം ഗിവൺ ടു ഈച്ച് എൻറ്റിറ്റി സച്ച് ആസ് വേരിയബിൾസ്, ഫംഗ്ഷൻ, സ്ട്രക്ചേഴ്സ്. ഈ വേരിയബിളും ഫംഗ്ഷനും സ്ട്രക്ചറും ഒക്കെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വരുന്ന ഓരോ കോൺസെപ്റ്റാണ്. ഇതൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ആവുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ആയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു നെയിം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതെന്താണ്, വേരിയബിൾ എന്താ, ഫംഗ്ഷൻ എന്താണെന്നോ സ്ട്രക്ചർ എന്താണെന്നോ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. ഇതിനൊക്കെ നമുക്ക് നെയിം ആവശ്യമാണ്. ഇതൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യം, ഒരു ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് ഡാറ്റ പോകണമെങ്കിൽ നിർബന്ധമായിട്ട് മെമ്മറി യൂണിറ്റ് വഴി പോയിരിക്കണം. അപ്പോൾ അങ്ങനെ മെമ്മറി യൂണിറ്റിൽ പോകുന്ന ഡാറ്റനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ യുണീക്ക് നെയിം. ആ നെയിമിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷനാണ് ഇങ്ങനൊരു ഐഡൻറ്റിഫയറിന് നമ്മളിപ്പം നെയിം, മെമ്മറി ലൊക്കേഷന് നെയിം കൊടുക്കുകയാണെന്നിരിക്കും. അപ്പോൾ നെയിം കൊടുക്കുന്ന സമയത്ത് ആ നെയിമിങ് മെമ്മറി ലൊക്കേഷനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഫോളോ സം സർട്ടൻ റൂൾസ്. നമുക്ക് തോന്നിയ പോലെ ഉള്ള നെയിംസ് ഒന്നും ആർക്ക് കൊടുക്കാൻ പറ്റില്ല? മെമ്മറി ലൊക്കേഷന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനെ എങ്ങനെ നെയിം ചെയ്യാന്നുള്ള കാര്യം എന്ന് നോക്കാം, അല്ലെങ്കിൽ റൂൾസ് ഫോർ നെയിമിങ് ആൻഡ് ഐഡൻറ്റിഫയർ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് റൂള് വരുന്നത് ശ്രദ്ധിക്കുക, ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ആൻ ഐഡൻറ്റിഫയർ ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. അതായത് ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ളത് ഒന്നുകിൽ സ്മോൾ a to z, അല്ലെങ്കിൽ ക്യാപിറ്റൽ A to z, അല്ലെങ്കിൽ അണ്ടർസ്കോർ എന്ന് പറയുന്ന സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, ആഫ്റ്റർ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ആഫ്റ്റർ ദി ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്മോൾ a to z, ക്യാപിറ്റൽ A to z ഓർ അണ്ടർസ്കോർ. ഫസ്റ്റ് ക്യാരക്ടറിന് ശേഷം ലെറ്റേഴ്സിൻ്റെയോ ഡിജിറ്റ്സിൻ്റെയോ അണ്ടർസ്കോറിൻ്റെയോ എനി കോമ്പിനേഷൻ ആവാം. അണ്ടർസ്കോർ ഒഴിച്ചുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും, അതിവിടെ ഫോർത്ത് റൂളായി പറയേണ്ട സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എക്സെപ്റ്റ് അണ്ടർസ്കോർ ആൻഡ് വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ്. അതായത്
അണ്ടർസ്കോർ ഒഴികെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വൈറ്റ് സ്പേസസും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഈ പറഞ്ഞ റൂൾ വെച്ചിട്ട് ഞാനൊരു ഐഡൻറ്റിഫയറിൻ്റെ നെയിം എഴുതാണ്. ഞാനിവിടെ സ്റ്റാർട്ടിങ് ഹാഷ് എന്ന് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ്. ഹാഷ് എ വാലിഡ് ഐഡൻറ്റിഫയർ അല്ല, ബിക്കോസ് സ്റ്റാർട്ടിങ് എന്നുള്ളത് ഹാഷ് സ്പെഷ്യൽ സിമ്പിളാണ്. ഞാനിവിടെ AB2 എന്ന് എഴുതുന്നു. ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ളത് ലെറ്റേഴ്സാണ്. ആഫ്റ്റർ ദി ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഞാനിങ്ങനെ എഴുതുകയാണ് റോൾ 2 അണ്ടർസ്കോർ നം. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്മോൾ a to z അല്ലെങ്കിൽ ക്യാപിറ്റൽ A to z. ആഫ്റ്റർ ദി ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഓക്കെ. തേർഡ് റൂൾ അതിനകത്ത് പറയുന്നത് യു കനോട്ട് യൂസ് കീവേഡ്സ് ആസ് ആൻ ഐഡൻറ്റിഫയർ. നമ്മൾ നേരത്തെ കീവേഡ് എന്ന് പറഞ്ഞ കാര്യം പഠിച്ചു. ഒരു എക്സാമ്പിളാണ് ഇൻഡ് എന്നുള്ളത് ഒരു കീവേഡ് ആണെന്ന് കണ്ടു. അപ്പോൾ ഇൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ളത് ആൽഫബറ്റ് ആണ്, അതായത് സ്മോൾ a to z അല്ലെങ്കിൽ ക്യാപിറ്റൽ A to z ആണ്. ആൻഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഇപ്പോൾ ഈ INT എന്ന് പറയുന്നത് ആസ് പെർ റൂൾ വാലിഡ് ആണ്. ബട്ട് INT എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മീനിങ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന വേർഡാണ്, റിസർവ്ഡ് വേർഡാണെന്ന് നമ്മൾ പറഞ്ഞു. സോ INT എന്നുള്ളത് മെമ്മറീനെ നെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കീവേഡ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? ഐഡൻറ്റിഫയറായി യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ഫിഫ്ത്ത് റൂൾ പറയുന്നത് ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഐഡൻറ്റിഫയറിൻ്റെ നെയിം ചെയ്യുന്നതിന് ഐഡൻറ്റിഫയറിൻ്റെ ലെങ്ത്ത് ആദ്യത്തെ 31 ക്യാരക്ടർ മാത്രമേ ഒരു വാലിഡ് ഐഡൻറ്റിഫയർ നെയിം ആയിട്ട് എടുക്കൂ. നിങ്ങൾ ചിലപ്പോൾ 32 33 ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഐഡൻറ്റിഫയറിൻ്റെ നെയിം എന്ന് പറയുന്നത് ആദ്യത്തെ 31 ക്യാരക്ടറിനെ മാത്രമേ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അടുത്ത റൂൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ് ആർ കേസ് സെൻസിറ്റീവ്. അതായത് സ്മോൾ എനെയും ക്യാപിറ്റൽ എനെയും ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതായത് സ്മോൾ ലെറ്റർ, ഫോർ എക്സാമ്പിൾ ഒരു മെമ്മറി ലൊക്കേഷന് ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു, വേറൊരു ലൊക്കേഷന് സ്മോൾ എ എന്ന് കൊടുത്തു. ഇത് രണ്ടും യൂണീക്കാണ്, ബിക്കോസ് സ്മോൾ എനെയും ക്യാപിറ്റൽ എനെയും ട്രീറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു ഐഡൻറ്റിഫയറിനെ റൂൾ ചെയ്യുന്ന സമയത്ത് ഈ റൂൾസ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ക്യാരക്ടർ എന്നുള്ളത് സ്മോൾ a to z ഓർ ക്യാപിറ്റൽ A to z ഓർ ആൻ അണ്ടർസ്കോർ. ആഫ്റ്റർ ദി ഫസ്റ്റ് ക്യാരക്ടർ ഇറ്റ് ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അണ്ടർസ്കോർ ഒഴികെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല. വൈറ്റ് സ്പേസസ് അലൗഡ് അല്ല. ദെൻ 31 ക്യാരക്ടർ വരെ മാത്രമേ നമ്മൾ വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ് ഐഡൻറ്റിഫയറിൻ്റെ നെയിംസ്. ഓക്കെ, അടുത്ത സെഷനിലോട്ട് പോവാം. അടുത്താണ് ആദ്യം നമ്മൾ കീവേഡ്സ് പറഞ്ഞു, ഐഡൻറ്റിഫയേഴ്സ് പറഞ്ഞു, കിൽപ്പോ അതിൽ കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻസ് റെഫേർഡ് ടു ഫിക്സഡ് വാല്യൂസ് ദാറ്റ് പ്രോഗ്രാം മെ നോട്ട് അൾട്ടർ ഡ്യൂറിങ് ഇറ്റ്സ് എക്സിക്യൂഷൻ. പുതിയ ടേമാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ ടേം. ഇത് പ്രോഗ്രാമിൻ്റെ വർക്കിങ്ങിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ നോർമൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞ ടേം വെച്ച് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാത്സിലൊരു പ്രോബ്ലമാണ് ചെയ്യുന്നത്, പൈയുടെ വാല്യൂ 3.14, അത് നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ നോർമലി കോൺസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും ടൈപ്പ് കോൺസ്റ്റൻസ് ആണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ളത്. ഒന്ന് ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ്, സ്ട്രിങ് കോൺസ്റ്റൻസ് ആൻഡ് എന്യൂമറേഷൻ കോൺസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കാര്യങ്ങൾ ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ്, സ്ട്രിങ് കോൺസ്റ്റൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. കാരണം എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ്, അതൊന്നും നമ്മൾ റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് വെച്ചാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇൻറ്റിജർ വാല്യൂസ്, അതായത് 2, 3, 4, 18, പോയിൻ്റ് ഇല്ലാത്ത, ഇപ്പോൾ 18.34 എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ പോയിൻ്റ് ഇല്ലാത്ത, ഡെസിമൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സിനെയാണെന്ന് പറയുന്നത് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ആൻഡ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. ഒരു 1 ഡിജിറ്റ് എങ്കിൽ ഉള്ള നമ്പറിനെയാണ് നോർമലി ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് നോട്ട് ഹാവ് എ ഡെസിമൽ പോയിൻറ്റ്. ഈ ഡെസിമൽ പോയിൻ്റ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് 2 അല്ലെങ്കിൽ +3. ഇതൊക്കെ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ്. നോ കോമാസ് ഓർ ബ്ലാങ്ക്സ് ആർ അലൗഡ് വിത്തിൻ ആൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ചില സമയത്ത് നമ്മൾ ഇപ്പോൾ 1000 എന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതുന്നത് കാണാം.
ഓക്കെ, ദിസ് ഈസ് നോട്ട് അലൗഡ് ഇൻ സി 10,000. ഇപ്പോൾ ഒരു ഇൻഡിജറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു റെപ്രസെൻറ്റേഷനൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇഫ് നോ സൈൻ പ്രിസീഡ്സ് ആൻ ഇൻഡിജർ കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി പോസിറ്റീവ്. പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ എടുത്തെഴുതേണ്ട കാര്യമില്ല. സിമ്പിളി ഇപ്പോൾ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ +3. And if you want to use a negative number, definitely you should explicitly you have to write -3 or -5, whatever. The allowable range of integer constant is -3 to 7682, 3 to 767. അതായത് ഈ റേഞ്ച് എങ്ങനെ വരുമെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് സെഷനിൽ മനസ്സിലാക്കും. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഡിജറിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 32,767 മിനിമം വാല്യൂ എന്ന് പറയുന്നത് -32,768 ആണെന്ന് വരിക. ഈ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കേണ്ട. ഈ വാല്യൂ എങ്ങനെ വരും എന്നുള്ള കാര്യം നമ്മൾ കമ്മിങ് സെഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെഷനിലോട്ട് പോവാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓർ റിയൽ കോൺസ്റ്റൻസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻസ് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പോൾ 3.14 അല്ലെങ്കിൽ 2.68 ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. എ റിയൽ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ്. ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡെസിമൽ പോയിന്റ്. ഇറ്റ് കുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. If no sign precedes an integer constant, it is assumed to be positive. As already said in the case of an integer constants, no comma or blanks are allowed within a real constants. അടുത്ത സെഷനിലോട്ട് പോവാം. ക്യാരക്ടർ ആൻഡ് സ്ട്രിങ് കോൺസ്റ്റൻസ്. ഓക്കെ, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇപ്പം മെയിലൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ക്യാപ്ച എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പം AB0 ഇത് ആക്ച്വലി ഒരു നമ്പർ ആണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്ട്രിങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇത് ആൽഫബറ്റ്സും ഉണ്ട് ഡിജിറ്റ്സും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കോമ്പിനേഷൻ നമ്മൾ നോർമലി പറയുക ആൽഫ ന്യൂമറിക് ടെക്സ്റ്റ് എന്നാണ് പറയുക. ആൽഫബറ്റ്സും ഉണ്ട് ന്യൂമറിക് വാല്യൂസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ 0 എന്ന് പറഞ്ഞ നമ്പറിന് ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ നമ്പർ ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുക, അതിനെ ക്യാരക്ടറായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. വിച്ച് മീൻസ് ദാറ്റ് 0 എന്ന് പറയുന്ന നമ്പറും 0 എന്ന് പറയുന്ന ക്യാരക്ടറും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിനെ രണ്ടിനെയും പ്രോഗ്രാമിൽ തിരിച്ചറിയണം. ഇഫ് 0 യു ആർ സിംപ്ലി പുട്ട് ഇൻ എ സിംഗിൾ കോഡ്സിൽ 0 എന്നിട്ടാണെങ്കിൽ ദിസ് 0 എന്നുള്ളത് ക്യാരക്ടർ 0വും ഈ 0 എന്നുള്ളത് നമ്പർ 0 ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ നോർമലി ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ഓക്കെ, എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഈസ് എ സിംഗിൾ ആൽഫബറ്റ്, എ സിംഗിൾ ഡിജിറ്റ് ഓർ എ സിംഗിൾ സ്പെഷ്യൽ സിംബൽ എൻക്ലോസ്ഡ് വിത്തിൻ എ സിംഗിൾ കോഡ്സ്. ഫോർ എക്സാമ്പിൾ ദിസ് A is a character, this one is a character, but this one is a number. Okay, that is the difference. Maximum length of a character constant is 1 character. For example, if you are simply writing AB എന്ന് പറഞ്ഞ ഇതാണെങ്കിൽ it is an invalid character. ഒരു നമ്മുടെ ക്യാരക്ടർ സെറ്റിനകത്തുള്ള സിംഗിൾ ക്യാരക്ടറിനെ സിംഗിൾ കോട്ടിൽ ഇടുകയാണെങ്കിൽ അതിനെ മാത്രമേ എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ, ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി സ്ട്രിങ് കോൺസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ABC അല്ലെങ്കിൽ ഇഫ് യു ആർ സിംപ്ലി റൈറ്റിംഗ് യുവർ നെയിം ദാറ്റ് വിൽ ബി എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അതിനെയാണ് എന്ത് പറയുക, സ്ട്രിങ് എന്ന് പറയുക. ആ സ്ട്രിങ് കോൺസ്റ്റൻറ്റ് കാണിക്കാൻ വേണ്ടി ഇറ്റ് വിൽ പുട്ട് ഇൻ എ സിംഗിൾ കോഡ്സ്. വിച്ച് മീൻസ് ദാറ്റ് ഇഫ് യു ആർ സിംപ്ലി പുട്ടിംഗ് A in a double quotes, it will be treated as a string. If you are simply writing A in a single quotes, it will be treated as a character. Both are treated differently. But internally, in string, internally this A is treated as a character. We will see later with the help of a program how these things are treated differently. ഇത് ഓരോന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണും. ബട്ട് ഈ സെഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടറാണ് സ്ട്രിങ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാം. പങ്ക്ച്വേറ്റേഴ്സ് ഇൻ സി, കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വെച്ചാൽ പങ്ക്ച്വേറ്റേഴ്സ് ആർ സ്പെഷ്യൽ സിമ്പിൾസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിങ്ങിന് കുറേ പാർട്സ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഈ ഓരോ സെക്ഷനും എന്താണെന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് മനസ്സിലാക്കാൻ പറ്റണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം ലാംഗ്വേജിൽ ഒരു പാരഗ്രാഫ് എഴുതാണ്. പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഒരു സെൻറ്റൻസിന് മറ്റൊരു സെൻറ്റൻസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ കോമ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില സിറ്റുവേഷനിൽ നമ്മൾ കോളൻ യൂസ് ചെയ്യും, അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ലൈക്ക്
നാച്ചുറൽ ലാംഗ്വേജ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷനാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോക്കൺസിനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് എന്ത് പറയുക, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ആക്ച്വലി പങ്ക്ച്വേറ്റർ എന്ന് പറയുന്നത് ഒരു ടോക്കണാണ്. ഓക്കെ, ഇതൊക്കെയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പങ്ക്ച്വേറ്റേഴ്സ്. സ്ക്വയർ ബ്രാക്കറ്റ്, നോർമൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്, കേളി ബ്രേസ്, കോമ, കോളൻ, സെമി കോളൻ, സ്റ്റാർ എക്സെട്ര. ഓക്കെ, ഇത് ഓരോന്നും ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. ഇതൊന്നും കണ്ട് ആരും ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ കോമ, കോളൻ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ഓർത്ത് വെക്കുക എന്നൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിലോട്ട് വരും. ഓക്കെ, സോ ലെറ്റ് us move on to the next session. Very important session in C programming language, operators in C. ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പലിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈ സെഷനിൽ ഞാൻ ഓപ്പറേറ്റേഴ്സിനെ പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഐ വിൽ സിംപ്ലി ഫെമിലറൈസ് വിത്ത് ആൻ ഓപ്പറേറ്റർ. എന്തൊക്കെയാണ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഐ വിൽ കം വിത്ത് നെക്സ്റ്റ് വീഡിയോ വിത്ത് ഓപ്പറേറ്റേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഓരോ ഓപ്പറേറ്റേഴ്സും എങ്ങനെ യൂസ് ചെയ്യും, ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെയും യൂസ് എന്താണ്, ഈ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, നമ്മുടെ റിസൾട്ട് എന്ത് കിട്ടും, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സാണുള്ളത്: അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, relational operators, assignment operators, and we have some special operators in C for using in a special situations. We will see in detail. So let us discuss operators in C in very brief manner. The operators in C we can classify broadly into three categories: binary operators, unary operator, and a ternary operator. And we have some special operators in C. So ബൈനറി ഓപ്പറേറ്റേഴ്സിന് നമുക്ക് വീണ്ടും എന്താണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യം അറിയണം. ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സപ്പോസ് ഒരു A+B എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ, അപ്പോൾ അതിൽ എയും ബി എന്ന് പറയുന്നത് ഓപ്പറൻറ്റും പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററുമാണ്. ബൈനറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ രണ്ട് ഓപ്പറൻറ്റിൻ്റെ കൂടെ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേറ്ററിനെയാണ് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയാം. യുണറി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഓരോ ഓപ്പറൻറ്റിൻ്റെ കൂടെ, ഫോർ എക്സാമ്പിൾ പ്ലസ് എ അല്ലെങ്കിൽ മൈനസ് എ, ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റാണ്, മൈനസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററും. അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് ഒരു ഓപ്പറൻറ്റും പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററുമായിട്ടാണ് സിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടേണറി ഓപ്പറേറ്റർ, മൂന്ന് ഓപ്പറൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെയാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ് കോമ ഓപ്പറേറ്റർ, സൈസ് ഓഫ് ഓപ്പറേറ്റർ. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും. സോ ഒരു കാര്യം കൂടെ, ബൈനറി ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് 5 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം: അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്ററിന് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ആൻഡ് നമുക്ക് ഇത് കൂടാതെ കുറച്ച് യൂണറി ഓപ്പറേറ്റർ കൂടിയുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന യൂണറി ഓപ്പറേറ്ററിനെ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ദെൻ ടേണറി ഓപ്പറേറ്റർ, ഒരൊറ്റ ടേണറി ഓപ്പറേറ്റർ മാത്രമേ സി പ്രോഗ്രാമിലുള്ളതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. സ്പെഷ്യൽ ഓപ്പറേറ്റർ, കോമ അല്ലെങ്കിൽ സൈസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓരോ ഓപ്പറേറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഞാൻ വെറുതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെറുതെ നിങ്ങളൊന്ന് ഇതുവഴി ഒന്ന്, ദിസ് ആൻ അസൈൻമെൻറ്റ് ഫോർ യു, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു എന്നുള്ള കാര്യം നോക്കാം. ഈ ഓരോ ഓപ്പറേറ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.